സ്വലിഹ്, വലിയ നല്ല ഒരു അന്തരീക്ഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി UDF ജമാഅത്ത് ഇസ്ലാമിക്ക് നൽകി. നല്ല അന്തരീക്ഷം ഭംഗിയായി മുതലെടുക്കാൻ ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിച്ചു. ഇനി കേരളത്തിലുള്ളവർക്കൊക്കെ മൗദൂദി ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ജമാഅത്ത് ഇസ്ലാമി കൊടുക്കുന്നു. ഒപ്പം തന്നെ ബ്രദർഹുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവർ വ്യക്തമായി വിശദീകരിക്കും. ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങൾ? ഷമ്മി, സോളിഡാരിറ്റിയുടെ ബാനറിലാണ് വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് താഴെ തട്ടിൽ പരമാവധി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വിവിധ പാർട്ടികൾ അവരവരുടെ ആശയപ്രചാരണം, സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആശയപ്രചാരണവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരുന്നത്. അത് മൗദൂദിയുടെയും ഇന്ന് നടക്കുന്ന ചടങ്ങിൽ മൗദൂദിയുടെയും യൂസഫുൽ ഖർദാവിയുടെയും ഇസ്ലാമിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ ചർച്ചയായി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ തുടങ്ങിയ ആളുകളെയൊക്കെ വരും ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ അനുബന്ധ സംഘടനകളും എല്ലാം തന്നെ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നേതാക്കൾ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ നൽകിയിരുന്നു. അന്ന് മുസ്ലിം സംഘടനകൾ രണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, AP വിഭാഗവും EK വിഭാഗവും ഉൾപ്പെടെയുള്ള സമസ്തയുടെ മുശാവറ നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് മുസ്ലിം ലീഗിന്റെ കൂടെ പിന്തുണയിൽ UDF പരസ്യമായി ഈ വോട്ട് വാങ്ങുകയും സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഈ ഘട്ടത്തിലാണ് അവരെ രാഷ്ട്രീയമായും അവരെ സൈദ്ധാന്തികമായും ന്യായീകരിച്ചുകൊണ്ടുള്ള VD സതീശന്റെ പ്രസ്താവന ഉണ്ടാവുന്നത്. ഇത് സമൂഹത്തിൽ അവർക്ക് വലിയ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാമൂഹ്യമായി കിട്ടിയ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ജമാഅത്ത് നേതൃത്വം നടത്തുന്നത്. അത് സോളിഡാരിറ്റി, വെൽഫെയർ പാർട്ടി, SIO തുടങ്ങിയ സംഘടനകളൊക്കെ വഴി ഇത്തരത്തിലുള്ള പരിപാടികൾ സജീവമായി നടത്താനുള്ള, ഈ ആശയ ചർച്ച പരിപാടികൾ നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. മൗദൂദിയുടെ മാത്രമല്ല, മൗദൂദിയുടെ മരണശേഷം ആഗോളതലത്തിൽ തന്നെ മൗദൂദിയുടെ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടാക്കിയ, അല്ലെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവന്ന ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിനെയും പോലെയുള്ള ബ്രദർഹുഡിന്റെ നേതാക്കളെയും അവർക്ക് സൈദ്ധാന്തിക പിന്തുണ നൽകിയ യൂസഫുൽ ഖർദാവി പോലുള്ള മതപണ്ഡിതന്മാരുടെ ഒക്കെ പുസ്തകങ്ങളാണ്, അവരുടെ ആശയങ്ങളാണ്, രാഷ്ട്രീയ വീക്ഷണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്.